ഹലോ. അപ്പോൾ ഇത് രാവിലെ തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്യേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരി പിന്നെ തുടക്കേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചക്ക് 2-3 പ്രാവശ്യമൊക്കെ തുടക്കുക, ഡെയിലി തുടക്കുകയൊന്നുമില്ല. ഒന്നാമത്തെ മോളെ കൊണ്ട് എനിക്ക് ആവുകയില്ല. പിന്നെ അതിനുശേഷം എല്ലാ റൂമും മേലെ മൊത്തം തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വേഗം തുടച്ച് നീറ്റാക്കി വെച്ച് കേട്ടോ. നമ്മൾ എത്ര തവണ തുടച്ചാലും ഈ പൊടി എപ്പോഴും പൊടി വന്നുകൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ് വരുന്നത് എനിക്കറിയില്ല. ഡെയിലി ഇങ്ങനെ അടിച്ച് വാരി നീറ്റാക്കി വെക്കും, എന്നാലും നിറച്ച് പൊടികളായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ പൊടി വരുന്നതായിരിക്കും. അങ്ങനെ മിഴിമോള് ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ തുടക്കും, മിഴിമോള് അവിടെ നിന്ന് കളിക്കും, അവൾ നടന്ന് കളിക്കും, അങ്ങനെ ഉണ്ടാവുക. അവൾക്ക് എന്തെങ്കിലും കുറച്ച് ബെഡ്ഷീറ്റും അതുകൊണ്ടൊക്കെ കളിക്കുക. വാവനൊക്കെ സോഫയിലൊക്കെ കിടത്തി വാവനൊക്കെ പുതപ്പിച്ച് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നിരത്തി വെച്ചിട്ടാട്ടോ മിഴിമോള് കളിക്കുക. അങ്ങനെ കളിക്കുകയൊക്കെ ഭയങ്കര ഇഷ്ടം. അല്ലാണ്ട് സാധാ പെൺകുട്ടിയൊക്കെ ഇങ്ങനെ വാവേനെ കൊണ്ട് കളിക്കാനായിരിക്കും ഇഷ്ടമല്ലേ. ഈ വണ്ടികളൊന്നും അങ്ങനെ പെൺകുട്ടിയൊക്കെ താല്പര്യം ഉണ്ടാവില്ലേക്കില്ലേ. ഈ വാവയും അങ്ങനത്തെ ടോയൊക്കെ ആയിരിക്കും സാധാ പെൺകുട്ടിയൊക്കെ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഹാളൊക്കെ 2 റൂമൊക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ ഹാളൊക്കെ തുടക്കേണ്ട പരിപാടി. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടി കേട്ടോ. അപ്പോൾ ഫിഷ് രാവിലെ തന്നെ കട്ട് ചെയ്ത് മുളകും മഞ്ഞളൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി വയ്ക്കുക. അപ്പം മാങ്ങ ഇട്ട് തേങ്ങ അരച്ച കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കറി ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ചോറ് ഗ്യാസിൽ തന്നെയുണ്ട്. ചോറ് ഓൾമോസ്റ്റ് വേവാനായി കേട്ടോ. അതിനുശേഷം ഞാൻ കറി വെക്കേണ്ട പരിപാടിയാണ്. ആ സമയത്തിൽ മിഴിമോൾ അവിടെ നിന്ന് തന്നെ കളിക്കുക കേട്ടോ. അപ്പോൾ അവ എന്നെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കാണാത്ത ടോയ് കിട്ടി അവളെ കളിച്ചോളും. ഇത് തന്നെ മെയിൻ പരിപാടി. വാവേനെ വെക്കുക, അങ്ങനെ വാവേനെ ബെഡ്ഷീറ്റ് ഇട്ട് പുതപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് അവളെ കളി. അവൾ തന്നെ സ്വയം ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ കളിച്ചോളൂ കേട്ടോ. അപ്പോൾ അവളെ വീട്ടിൽ നമ്മൾ നേരിട്ട് സംസാരിക്കില്ല, അതുപോലെ തന്നെ അവൾ വാവേനോട് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ കളിക്കുക കേട്ടോ. ഇടയ്ക്ക് ഞാനിങ്ങനെ അവളറിയാണ്ട് പോയൊക്കെ നോക്കും. പക്ഷെ നല്ല രസമായിട്ടോ കാണാൻ കളിയെല്ലാം. അങ്ങനെ ഞാൻ കുറച്ച് തേങ്ങയാണ് കേട്ടോ ബാക്കിയുള്ള കറി കലക്കി. അപ്പോൾ ആ തേങ്ങയും കൂടിയും കലക്കി മാങ്ങ അരച്ചിട്ടുള്ള അയക്കൂറയായിരുന്നു കേട്ടോ ഫിഷ് കിട്ടി. അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ചതക്കുക കേട്ടോ. അത് ചതച്ചിട്ട് അതിൽ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഉപ്പേരിക്ക് പയറാട്ടോ കിട്ടിയ പയറും കൂടി നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ച് അതും കൂടി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങളുടെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ കേട്ടോ. ഇങ്ങനെ തന്നെ എൻ്റെ മിഴിമോളും എല്ലാ ദിവസവും ഒരുപോലെ. കാരണം സൺഡേ മാത്രമേ ഒരു മാറ്റം വരുന്നുള്ളൂ. അല്ലാത്തപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പോവുക. രാവിലെ എണീക്കുക, ഫുഡ് ഉണ്ടാക്കുക, അടിച്ചു വാരുക, ക്ലീൻ ചെയ്യുക. ഇത് തന്നെ മിഴിമോൾ അവിടെ നിന്ന് കളിക്കും, ഞാൻ ഇവിടെ നിന്ന് കുക്ക് ചെയ്യും. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ദിവസം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മിഴി സ്കൂളൊക്കെ പോയിട്ട് വേണം വർക്കിനൊക്കെ പോകാൻ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. മിഴിമോളിപ്പോൾ അംഗനവാടിയിലൊന്നും പോകാത്തതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ശരിക്കും മിഴിയും കൂടി വീട്ടിലില്ലേ എൻ്റെ കാര്യം ആലോചിക്കാൻ വയ്യ. ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയായിരിക്കും. മിഴിമോളുള്ളത് ഇപ്പോൾ ഒരു ധൈര്യം. പക്ഷെ എനിക്കും ചില നമ്മളെ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ വേറെ ആരും അവിടെ ഉണ്ടാകുന്ന ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം. എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ഇപ്പോൾ പണിയെടുക്കാനൊക്കെ ഉണ്ട്, എനിക്ക് എന്തൊക്കെയോ ഒരു ഇടങ്ങാറ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആകുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏട്ടൻ തന്നെ അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ ഒന്നിക്ക് ഞാൻ അടുക്കളയിൽ മാത്രം വർക്ക് അല്ലെങ്കിൽ ഏട്ടൻ മാത്രം വർക്ക്. അപ്പോൾ രണ്ടാളും ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ അടിയായിരിക്കും കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാൻ പാനുമ്മൽ ഇതൊക്കെ ഫിഷൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ഫിഷ് വെച്ച് പിന്നെ അത് അപ്പോഴത്തേക്കൊക്കെ മിഴി നല്ല കളി തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പോയി നോക്കും എന്നാ പരിപാടിയെന്ന്. നല്ല കളിയൊക്കെ ആയിരിക്കും. ഇടയ്ക്ക് ഞാൻ ഒക്കെ പഴമൊക്കെ കൊടുത്ത് വന്ന് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെയും ഞാൻ എൻ്റെ പണിയിലേക്ക് പോകും. അപ്പോൾ എനിക്ക് ഓരോ പണി ചെയ്യുന്നതോറും ഞാൻ നീറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അലങ്കോലമായി കാണുമ്പോൾ ആകെ ഒരു ഡിസ്റ്റർബാണ്. അപ്പോൾ മാങ്ങ കുറേ കാലത്തിന് ശേഷം കേട്ടോ പച്ചമാങ്ങ കിട്ടുന്നത്. അപ്പോൾ മാങ്ങ ഇട്ട കറി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ മാങ്ങയും കൂടിയും കട്ട് ചെയ്ത് കറി ഓൾമോസ്റ്റ് വെന്തപ്പോൾ കറിയിൽ മാങ്ങയും കൂടെ ഇട്ട് കുറച്ച് നല്ല വേവുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കേട്ടോ മാങ്ങ ഇട്ടെ. മാങ്ങ അധികം അങ്ങ് വെന്ത് പോയാൽ നമുക്ക് കറിക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. കടിക്കാൻ കിട്ടണം മാങ്ങ കേട്ടോ. അപ്പോൾ പച്ചടി ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ മെയ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. സ്പൂണ് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ സ്പൂണ് കൊണ്ടും കപ്പൊക്കെ എടുത്തിട്ടുള്ള പരിപാടിയാണ് കളി. അപ്പോൾ ഞാൻ കുറേ സ്പൂണും കപ്പൊക്കെ കൊടുക്കും, അതുകൊണ്ട് ഞാൻ കളിച്ചോളും. പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ
ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. വീട്ടിൽ ഇഷ്ടപ്പെട്ട കമൻറ്റും ലൈക്കും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപ്പേരി അടുപ്പത്തുനിന്ന് ഏകദേശം വെന്ത് കേട്ടോ. ബീൻസല്ല പയറുപ്പേരി അങ്ങനെ ഫിഷ് ഗ്യാസ്മെന്ന് നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അയക്കൂറയെ കിട്ടിയെന്ന്. അയക്കൂറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിഷ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ മേലെ പോയിട്ട് വാഷിംഗ് മെഷീൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാം കഴിഞ്ഞു. അതൊക്കെ ഫിനിഷായതിനു ശേഷം ഞാൻ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് ആറിയിടാന്ന് വിചാരിച്ച് കുറച്ച് പുറത്ത് ആറിയിട്ട് കുറച്ച് ഉള്ളിൽ തന്നെ ആറിയിട്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മെയിനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നേരത്തെ ഇളക്കി കഴിഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ആറിയിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. മീമിൻ്റെ വീടുണ്ടാക്കുന്നതാ? വളവെക്കാൻ ഉണ്ടാക്കുന്നതാ? ഓ, ഇതിലാ മീമി വളവെക്ക? സൂപ്പർ ഐഡിയ ആണുള്ളത്. അമ്മേൻ്റെ വള വെച്ച് തരണം ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം മീമിൻ്റെ വളയാ? ഓ, അടിപൊളി വളയാട്ടോ. ഇതെല്ലാം മീമി ഉണ്ടാക്കിയതാ? ബേബീൻ്റെ എല്ലാം പുതപ്പിച്ച് കടത്തിയാലും ഒഴിവാക്കിയോ? ഇതൊക്കെ ഉറങ്ങുന്ന ബേബി? അത് തലയണേൻ്റെ കവർ. വൈകുന്നേരമായപ്പോൾ മിഴിമോള് ചെടിയൊക്കെ നനച്ചേട്ടാ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ ഒന്ന് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലേ പുതിയ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ടാറ്റാ.